നോർമലി നിങ്ങൾക്കറിയാം ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടറിയാം ഭയങ്കര ഡള്ളായിരിക്കണം. നന്നായിട്ട് ഫുൾ ടൈം വെയിലത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ എത്ര കെയർ ചെയ്താലും ആ ഒരു എന്താ പറയുക സ്കിന്നൊരു ഗ്ലോയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈം ഭയങ്കര വെയിലാണ്. ഡ്രൈ സ്കിന്നാണ് നിങ്ങൾ, ഡ്രൈ സ്കിൻ ആയാലും സെൻസിറ്റീവ് സ്കിൻ, നോർമൽ ഏത് സ്കിൻ ടൈപ്പിനും. പക്ഷേ ഞാൻ പറയുന്ന ഏത് പ്രോഡക്റ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഫേസിൽ യൂസ് ചെയ്യാവൂ. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ് പറയുന്നത്. അതുപോലെ തന്നെ നോർമലി എന്താണ് ബ്യൂട്ടീഷ്യൻ കോഴ്സും മറ്റു കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അല്ലാതെ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നും അല്ല. കെയർ റൂട്ടീനിലെ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. നിങ്ങൾ പലരും കേട്ടിട്ടില്ല കൊറിയൻ ഐസ് ക്യൂബ്, കൊറിയൻ ഫേസ് മസാജ്, അല്ലെങ്കിൽ എന്താ കൊറിയൻ ബ്യൂട്ടി അങ്ങനെ. പക്ഷേ കൊറിയൻസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിൽ കാണത്തുള്ളൂ. അതിനപ്പുറം കാണുന്നത് കാരണം അവരുടെ ഫുഡ് സ്റ്റൈലും ബാക്കി അവരുടെ രീതികളെല്ലാം വേറെയാണ്, നമ്മളെ പോലെയല്ല. ഇതിൽ ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത് സ്കിൻ നോർമലി ഉണ്ട് 70 60 65 70 ജനറ്റിക് ബേസ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ ബാക്കി കാര്യങ്ങൾ 25 ഓളം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് സ്കിന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഞാനൊരു നല്ലൊരു ഐസ് ക്യൂബ് മസാജ് പറഞ്ഞുതരാം. പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഐസ് ക്യൂബ് മസാജാണ്. റൈസ് ഉണ്ടല്ലോ, അരി ഒരു വൈറ്റ് റൈസോ ഏതായാലും മതി. ഒരു നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുറച്ച് ചൂടുവെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വരുന്ന ചൂടുവെള്ളം എടുക്കുക. നല്ല തിളപ്പിച്ച് നല്ല മീഡിയം വരുന്ന ചൂടെടുക്കുക. അതിലേക്ക് ഒരു 3-4 സ്പൂൺ വരുന്ന അരി വാഷ് ചെയ്തിട്ട് ഇട്ട് വെക്കുക. നൈറ്റ് കിടക്കുന്ന ടൈമിൽ ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ ആ വെള്ളം മാറ്റിയിട്ട് നിങ്ങൾ റൈസ് മാത്രം സെപ്പറേറ്റ് എടുക്കണം. റൈസ് എടുക്കുക, ഒരു 3 സ്പൂൺ, ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ ചൂടുവെള്ളത്തിലേക്ക് റൈസ് ഇടാൻ. അതിനുശേഷം മോർണിംഗ് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് വെള്ളം അതിലുണ്ടെങ്കിൽ അത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം റൈസ് മാത്രം എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഇത് നന്നായിട്ട് അരി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പാല്, മിക്കവാറും ഒരു 1/4 ഗ്ലാസ് വരുന്ന അളവിലുള്ള വെള്ളം എന്താ പറയുക മിൽക്കും കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ, ഒന്നുകിൽ എന്താ കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ അരിപ്പം മറ്റു സാധനം വെച്ചിട്ട് അരി ഡ്രെയിൻ മാറ്റിയതിന് ശേഷം അതിലെ ലിക്വിഡ് വെള്ളം അത് മാത്രം എടുത്ത് നിങ്ങൾ ഐസ് ക്യൂബ് ട്രെയിലാക്കണം. ഐസ് ക്യൂബ് ട്രെയിലാക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ ജ്യൂസ് അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുത്ത സാധനത്തിൽ 1.5 സ്പൂൺ വരുന്ന അലോവേരയും കൂടെ മിക്സ് ചെയ്യുക. പ്യുവർ ആയിരിക്കണം, ബെസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ അരി എടുക്കുക, അത് വാഷ് ചെയ്യുക, മാറ്റിയതിന് ശേഷം അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യുക. മിൽക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിലേക്ക് 1.5 സ്പൂൺ വരുന്ന അലോവേര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഐസ് ക്യൂബ് ട്രെയിലോട്ട് മാറ്റി വയ്ക്കുക. ഇത് നിങ്ങൾ ഡെയിലി കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്യുക, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കുളിക്കാൻ പോകുക. ഇത്രയും മാത്രം നോർമൽ വാട്ടർ ഇട്ട് വാഷ് ചെയ്താൽ ഇത് ഡെയിലി ഒന്ന് ചെയ്തു. ഈ ക്ലൈമറ്റിൽ നിങ്ങൾക്ക് പറ്റിയൊരു ടിപ്പാണിതെന്ന് പറയുന്നത്. ഭയങ്കര ചൂടാണ്, വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ വേറൊരു ഫേസ് പാക്ക് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഇപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോന്നാണ്, അത് മനസ്സിലാക്കി വേണം ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വാട്സാപ്പിൽ മെസ്സഞ്ചറിൽ കമൻറ്റ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ കൂടുതലായിട്ട് നോർമൽ എന്താ പറയുക യൂട്യൂബിലോ അല്ലെങ്കിൽ FBയിലോ കമൻറ്റ് ചെയ്ത് ഞാൻ അതനുസരിച്ച് റിപ്ലൈ തരാൻ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ FBയിൽ മിക്കവാറും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്, മാക്സിമം എല്ലാവർക്കും. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുക.